അമേരിക്കയും ഇസ്രയേലും കരുതിയത് വളരെ എളുപ്പത്തിൽ ഇറാനെ തകർത്ത് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാമെന്നാണ്. എന്നാൽ യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയത് 8ന്റെ പണിയാണ്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ച് എണ്ണ വിതരണം തടസ്സപ്പെടുത്തിയും ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയും ഇറാൻ പിടിമുറുക്കുമ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കുമെന്നറിയാതെ കുഴയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഭരണമാറ്റം ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഈ ഒരു ആക്രമണം തുടങ്ങിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയെയും മുഖ്യ സൈനിക തലവന്മാരെയും വധിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞു. എന്നാൽ ഇറാൻ തകർന്നില്ല. പകരം വില കുറഞ്ഞ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവർ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചതോടെ ലോകത്തെ ഊർജ്ജ വിതരണം തന്നെ പ്രതിസന്ധിയിലായി. എണ്ണവില 40% കുതിച്ചുയർന്നു. ഇതോടെ ഏപ്രിൽ 6 വരെ ആക്രമണങ്ങൾ നിർത്തിവെച്ച് ചർച്ചകൾക്ക് തയ്യാറാകാൻ ട്രംപ് നിർബന്ധിതനായിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മാത്രം യാത്രാനുമതി നൽകി ഇറാൻ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസം 28-നാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്ന് നമുക്കറിയാം. ആദ്യ 24 മണിക്കൂറിൽ 1500-ലധികം കേന്ദ്രങ്ങളിലാണ് അമേരിക്കയും ഇസ്രയേലും ബോംബിട്ടത്. ഖമേനിക്കും സൈനിക കമാൻഡർമാർക്കും പുറമെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 3300-ലധികം സിവിലിയന്മാർക്കാണ് ഇറാനിൽ ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ ആദ്യ 100 മണിക്കൂറിനുള്ളിൽ തന്നെ 500 മിസൈലുകളും 2000 ഷഹീദ് ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചു. ലെബനൻ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും യുദ്ധം ഇപ്പോൾ ഒരു വലിയ എണ്ണ യുദ്ധമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ലോകത്തെ LNG വിതരണത്തിന്റെ നട്ടെല്ലായ ഇറാന്റെ സൗത്ത് പാഴ്സ് വാതകപ്പാടം ഇസ്രയേൽ ആക്രമിച്ചു. ഇതിന് മറുപടിയായി ഖത്തറിലെയും സൗദി അറേബ്യയിലെയും എണ്ണ ശുദ്ധീകരണശാലകൾ ഇറാനും തിരിച്ചാക്രമിച്ചു. ഇന്ത്യയുടെ 50% എണ്ണ ഇറക്കുമതിയും ഹോർമൂസ് കടലിടുക്ക് വഴിയായതിനാൽ നമ്മുടെ രാജ്യത്തും പാചകവാതക ക്ഷാമവും വിതരണ പ്രതിസന്ധിയും വൈകാതെ രൂക്ഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിക്കും എന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്കൻ കരസൈന്യത്തെ നേരിട്ട് യുദ്ധമുഖത്തേക്ക് ഇറക്കാനാണ് ട്രംപിന്റെ നീക്കം. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും അമേരിക്ക ശ്രമിച്ചേക്കാം. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ സൈനിക സമ്മർദ്ദം വിലപ്പോകുമോ അതോ അമേരിക്ക മുഴുവൻ ലോകത്തിനെയും കൊണ്ട് ചെങ്കടലിലെ ചുഴിയിലേക്ക് വീഴുമോ എന്നാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.